ഹായ്, എല്ലാവർക്കും പ്രമോസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വറുത്തതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ സ്നാക്സിന്. നമുക്ക് ഈവനിങ് സ്നാക്സായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഒരു മാക്സിമം 3 മിനിറ്റ് മാത്രമേ നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്സ് വറുത്തത്. അപ്പോൾ നമുക്കിതിന് വേണ്ടത്, നമുക്കൊരു കപ്പ് പഞ്ചസാര, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 3 നേന്ത്രപ്പഴം പഴുത്തത്. അപ്പോൾ ഇത് പഴുത്തത് തന്നെ വേണം. നമുക്ക് നേന്ത്രപ്പഴം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് അതേപോലെ എടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ആദ്യം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് പൊടിയാണ് നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് എടുക്കുമ്പോൾ പഴം പഴുത്തത് തന്നെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുക. മറക്കാതെ എണ്ണ ഒഴിക്കരുത്, നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചാലേ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നെയ്യ് ചൂടായ ശേഷം നമ്മൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കണം. അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അടിവശം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വലിയവർക്കും കുട്ടികൾക്കും വരെ നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നമുക്ക് അടിവശം ആയ ശേഷം നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേന്ത്രപ്പഴം വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയും വരുന്നത്. താങ്ക് യു.